ഇതിൻ്റെ ചിന്ത തുടങ്ങുന്ന കാലത്ത് ഇതിനു വേണ്ടി പൊരുതിയ ഒരു പറ്റം ശുദ്ധാത്മാക്കൾ തിരുവനന്തപുരത്തും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമുള്ളവരെ എനിക്ക് മുഖം കണ്ടാൽ തിരിച്ചറിയുന്ന തരത്തിലുള്ള പരിചയമുണ്ട്. അവർക്കെല്ലാം ഒരു സമർപ്പണമായിരിക്കും ഈ പദ്ധതി. ഇത് തിരുവനന്തപുരത്തിൻ്റെയോ കേരളത്തിൻ്റെയോ ഭാരതത്തിൻ്റെയോ പോലും പോർട്ടായി ഇത് പരിണമിക്കില്ല. ഇത് ലോകം കാക്ഷിക്കുന്ന ഏറ്റവും വയബിൾ ഫീസിബിളായിട്ടുള്ള ഒരു പോർട്ടാണ് പരിണമിച്ച് നമ്മുടെ ഒരു സമ്പന്നതയ്ക്ക് പുതിയ അധ്യായം കുറിക്കുന്ന തരത്തിൽ നിലവിൽ വരാൻ പോകുന്നത് എന്നതാണ് എൻ്റെ മനസ്സിലാക്കൽ. എൻ്റെ ഇന്നത്തെ ഈ വിസിറ്റിൻ്റെ ഉദ്ദേശം തന്നെ വളരെ ഒരു ക്ലോസ് ക്ലോസറ്റ് മീറ്റിങ്ങുകളിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത ചില വിഷയങ്ങളുണ്ട്. അതൊന്നും നമ്മളങ്ങനെ പുറത്ത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. തീർച്ചയായിട്ടും അത് ഡിസ്കസ് ചെയ്തതിൻ്റെ പശ്ചാത്തലം ഇത് എൻ്റെ ഉത്തരവാദിത്വമുള്ള മിനിസ്ട്രീസിൽ ഡയറക്റ്റായിട്ട് വരുന്നതല്ലെങ്കിൽ പോലും ടൂറിസം മിനിസ്ട്രിക്കും കുറച്ച് ചൂഷണം ഇതിൽ നിന്ന് നടത്താനും പെട്രോളിയം മിനിസ്ട്രിക്ക് ശക്തി പകരാനും എനർജി എന്ന് പറയുന്ന ശക്തി പകരാനുമുള്ള ഒരു സ്കോപ്പ് അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഇതിനകത്ത് ശക്തമായിട്ട് നിലനിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വന്ന് നടത്തിയിട്ടുള്ള മനസ്സിലാക്കൽ അതിൽ പ്രാവർത്തികമാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മനോഹരം എന്ന് പറയുന്ന ബ്രാക്കറ്റ് അല്ലെങ്കിൽ ടാഗ് നമുക്ക് നൽകണമെങ്കിൽ ഈ പദ്ധതി രൂപകൽപ്പന ചെയ്ത് ഒരു കാലഘട്ടത്തിനെന്ന് പറഞ്ഞ് നിശ്ചയിച്ച് 2015 ഓഗസ്റ്റിൽ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ചെലവ്, അതിൻ്റെ അധികരിച്ചേക്കാവുന്ന വരവ് കണക്കുകളുടെ എല്ലാം പശ്ചാത്തലത്തിൽ സർക്കാരുകളുടെ, പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിൻ്റെ, ഞാൻ അതിനെക്കുറിച്ച് പറയാൻ പാടുള്ളൂ, കേന്ദ്ര സർക്കാരിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എത്രമാത്രം അല്ലെങ്കിൽ കുറച്ചുകൂടി എത്ര വിപുലീകരിക്കപ്പെടേണ്ടി വരും എന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അത് ബന്ധപ്പെട്ട വകുപ്പ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് 2 പേര്, റെയിൽവേക്കും അതിനകത്തൊരു വലിയ പങ്ക് വഹിക്കാനുണ്ട്. റെയിൽവേ മിനിസ്റ്റർ ശ്രീ അശ്വിനി വൈഷ്ണവ്, ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ തലവൻ സർബാനന്ദ് സോനോവാൾ, 2 പേരെയും കണ്ട് വർത്തമാനത്തിലൂടെ ഒരുപക്ഷെ ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം, ഞാൻ തൃശ്ശൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ കേരളത്തിന് വേണ്ടിയും തമിഴ്നാടിന് വേണ്ടിയും വർത്തിക്കുന്ന MP ആയിരിക്കുമെന്ന് പറഞ്ഞ വാക്ക് പാലനത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കണക്റ്റുകൾ ഞാൻ ഉറപ്പായിട്ടും എടുക്കും. അത് ഇനിയും എടുത്തുകൊണ്ടേയിരിക്കും. ഇത് കണക്ട് ചെയ്ത് കൂടിയ ശീഘ്രം സോനോവാൾജിയെയും അശ്വിനിജിയെയും ഇവിടെ കൊണ്ടുവന്ന് കേരള സർക്കാരിൻ്റെ അധിക ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇപ്പോൾ ഈ ഫസ്റ്റ് ഫേസിൽ നടക്കുന്ന പദ്ധതിക്ക് ശക്തമായ ഒരു സ്ഥാപനത്തിനുള്ള സാധ്യത അത് കേന്ദ്ര സർക്കാരിൻ്റെ കുറച്ചുകൂടി മനസ്സ് തുറന്നുള്ള ഒരു സഹകരണത്തോടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു MP-യുടെ ശ്രമമാണ് ഇപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഒരു മിനിസ്റ്ററിൻ്റെ അല്ല. മനസ്സിലാക്കിയിടത്തോളം അത് സംഭവിക്കണമെന്ന് ഞാനും ഒരു പക്ഷവും ചേരാതെ ഒരു MP എന്ന നിലയ്ക്ക് ആവശ്യപ്പെടും എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. 2 പേരും അത്യാവശ്യം ഈ അവസ്ഥയിൽ ഈ ഓത്ത് അഫർമേഷൻ സെഷൻ കഴിഞ്ഞാൽ വന്ന് ബില്ലുകളും പാസ്സാക്കി കഴിഞ്ഞാൽ ജൂലൈ 3 ശേഷം ഷെഡ്യൂൾ ചെയ്ത് 2 പേരും കൂടി ഒന്ന് വരേണ്ടത്, അതും ടൈം ബൗണ്ടായിട്ട് സമയബന്ധിതമായിട്ട് വരേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അത് അത്യാവശ്യമാണെന്ന് അവരെ ധരിപ്പിക്കും. അത് എത്രയും പെട്ടെന്ന് നടത്തേണ്ട കാര്യമാണെന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അവർക്കിതിനകത്ത് നടപടിയെടുക്കേണ്ട സമയമെത്തി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും വരും. SSCയും കുറച്ചുകൂടി സുഗമമായി
ഓഗസ്റ്റിൽ എന്ന് വിചാരിച്ചത് ഡിസംബറിലെങ്കിലും. Is it not? What you think of doing in August could be shifted to December. അല്ലേ? ഓക്കെ. അപ്പോൾ അത് സാധ്യമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള മുതലപ്പുഴയെ സംബന്ധിച്ച് വളരെ ശാന്തമായി അവിടുത്തെ ബാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇനി ബാധിക്കപ്പെടരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന അപകടം എന്ന് പറയുന്നത് ഒരു ഭീതിയായി കണ്ടുകൊണ്ട് ജീവനത്തിന് വേണ്ടി ഒരുക്കി കൂട്ടിവെക്കുന്ന ഒരു ഊർജം, അത് കെട്ടുപോകുന്ന കടൽ കർഷകരുടെ ഒരു സമൂഹമുണ്ട്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്തേ മതിയാവും. ദാറ്റ് ഷുഡ് ബി അത് നമ്മളൊരു വളരെ വൈകാരികമായ ഒരു തട്ടിൽ വെച്ച് തന്നെ ആദരവോടെ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിന് അങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ടെന്ന് അവർക്കും അറിയാം. ഞാൻ അതിനുവേണ്ടി കുറച്ചുകൂടി ആഘാതത്തിൽ ആവശ്യപ്പെടും. അപ്പോൾ അതിനെ സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. അത് വർഷകാലം കഴിയുന്നതോടുകൂടി മാത്രമാണത് സാധ്യമാവുക എന്നവരല്ല, എനിക്കും അറിയാം, നിങ്ങൾക്കും അത് മനസ്സിലാവും. ഒരുപക്ഷെ ആ പ്രദേശത്തുള്ളവർക്കും കടൽ കൈകാര്യം ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹത്തിനും അതിനി മനസ്സിലാക്കാതെ നിവർത്തിയില്ല. അപ്പോൾ അതിന് ഒരു ജിയോളജി വകുപ്പും അതുപോലെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പുമായി ചേർന്ന് ചർച്ചയൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ഏതാണ്ട് രീതികളൊക്കെ ഇവിടെ ഒരു പേപ്പറിലാക്കി കഴിഞ്ഞു. അത് സെപ്റ്റംബറോട് കൂടി അല്ലെങ്കിൽ സെപ്റ്റംബറിൻ്റെ ഒടുവിൽ അത് ആരംഭിച്ച് ഒരു ഓൾ ടൈം സേഫ് സോൺ എന്ന് പറയുന്ന പ്രഖ്യാപനം നൽകാൻ അദാനിയുടെ ഈ സമ്പ്രദായത്തിന് സാധിച്ചാൽ ഏറ്റവും വലിയ സമർപ്പണം അതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതും വേഗം സംഭവിക്കട്ടെ. അതുപോലെ തന്നെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് പോർട്ട് ടൂറിസം, ഫിലിം ടൂറിസം, ഇതെല്ലാം സാധ്യതകളാണ്. സ്പിരിച്വൽ ടൂറിസം മാത്രമല്ല, ആയുഷ് ടൂറിസം മാത്രമല്ല, മെഡിക്കൽ ടൂറിസം മാത്രമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൊല്ലം വരെ എങ്കിലും ഒരു പാരലൽ റോഡ് കണക്റ്റഡ് ഡെഡിക്കേറ്റഡ് ടു ട്രാൻസാക്ഷൻസ് ത്രൂ ടൂറിസം ഓപ്പറേഷൻസ്. വർക്കല, പരവൂർ, കൊല്ലം, അഷ്ടമുടി ടു വെള്ളായണി എന്ന് പറയുന്ന ഒരു വെർച്വൽ കണക്റ്റിന് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ എന്താണ് സാധിക്കുന്നത്? വക്കം വഴിയുള്ള ആ റോഡിൻ്റെ വികസനം, അതിന് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിൻ്റെ ടോപ്പിൽ കൊണ്ടുചെന്ന് വയ്ക്കാവുന്ന തരത്തിലുള്ള എനിക്കിന്നലെ ആ റോഡ് വഴി സഞ്ചരിച്ച് തിരിച്ചു വരുമ്പോൾ കണ്ടപ്പോൾ മനസ്സിലായ ഒരു എലിവേഷൻ ഓഫ് ടാർഡ് റോഡ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ പിന്നെ ഡാമ്പനിങ്ങും അതുവഴി ഇറോഷനും ഒക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഞാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പിനും വളരെ ഒരു അനിവാര്യത തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ 2 ദിവസം കൊണ്ട് മനസ്സിലാക്കി, ഇതൊന്ന് വലിയൊരു പഠന ശിബിരം തന്നെയാണ് എനിക്ക് ലഭിച്ചത്. അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുവാൻ ഇതിനോട് എന്തൊക്കെ ഇപ്പോൾ സ്ഥാപിതമായിട്ട് ചിന്തയിലും പ്രവർത്തനത്തിലുമുണ്ടോ അതിനെല്ലാം എൻഹാൻസ് ചെയ്യുന്ന തരത്തിൽ സംഭാവന നൽകാനുള്ള പ്രവർത്തനങ്ങൾ അടുത്ത തിങ്കളാഴ്ച മുതൽ തീർച്ചയായിട്ടും ആരംഭിക്കും എന്ന് മാത്രം അറിയിക്കുന്നു. എല്ലാവർക്കും സന്തോഷമാവും. ഇതിൻ്റെ സാമ്പത്തികമായ മെച്ചങ്ങൾ നേട്ടങ്ങളിലൂടെയുള്ള മെച്ചം മാത്രമല്ല, നമ്മൾക്ക് തൊഴിൽ അവസരങ്ങൾക്ക് വേണ്ടി കിടന്ന് ഒച്ചപ്പാടെടുക്കുമ്പോൾ ഇത് സാധ്യമായാൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് കേരളത്തിലെ പുതിയ എത്രയോ തലമുറകൾക്കുള്ള ജീവനത്തിന് വേണ്ടിയുള്ള ഒരു സ്ഥാപനമായിട്ടാണ് വിഴിഞ്ഞം പോർട്ട് അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ പോർട്ട് വരാൻ പോകുന്നത്, സ്ഥാപിതമാകാൻ പോകുന്നതെന്ന് പറയുന്നത് ഇപ്പോഴേ ചിന്തയ്ക്ക് തന്നെ സൗഖ്യം പകരുന്നതാണെങ്കിൽ അനുഭവത്തിൽ അത് വലിയ അനുഗ്രഹമായി മാറും. നന്ദി, നമസ്കാരം. ഒരു പ്രത്യേകത, ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിൻ്റെ പേരിൽ 40%, 20%, ഏതാണ്ട് 818 കോടി 818 അനുവദിച്ച് കിട്ടിയ ഇന്ത്യയിലെ ആദ്യത്തെ
ആദ്യത്തെ പോർട്ട് ബിൽഡിംഗ് മെക്കാനിസം കൂടിയാണ് ട്രിവാൻഡ്രം പോർട്ട്. ഐ തിങ്ക് ഐ കോൾ ഇറ്റ് ഹിയർ ആഫ്റ്റർ ട്രിവാൻഡ്രം പോർട്ട്. That should be a brand. അതും ഒരു വലിയ പ്രത്യേകതയാണ്. ആ 818 കോടി എന്നുള്ളത് VGF ആണ്. പക്ഷെ അതല്ലാതെ എന്താണ് അധികമായിട്ട് നമുക്കൊരു ഇന്ധനം സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ പകർന്നു നൽകാൻ പറ്റുന്നത്? നമുക്ക് നോക്കാം, ശ്രമിക്കാം. ചോദ്യം ഉത്തരം പറയേണ്ടത് അവരായിരിക്കും. നത്തിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. അതിനപ്പുറത്തേക്ക് ഇവരിപ്പോൾ പറയുന്നത് അതിൻ്റെ ഓപ്പണിങ്, അത് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള ഓപ്പണിങ് വടക്ക് ഭാഗത്തേക്ക് മാറ്റണം. അപ്പോൾ തിര അടിക്കാതെ ഇവർക്ക് കടലിലേക്ക് ഇറങ്ങാൻ പറ്റും. അതെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്തു. സാങ്കേതികമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ഉള്ള ബ്രേക്ക് വാട്ടറിലെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അത് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സിംഗിൾ ലൈൻ ബ്രേക്ക് വാട്ടർ പ്രോസസ്സായിട്ട് വരും. അതിനകത്ത് വേറെ ലിംബിംഗ് ഒന്നും ഉണ്ടാകത്തില്ല. ഐ മീൻ ടു ലിംബ് ഔട്ട്, അതുണ്ടാവില്ല. അതുപോലെ തന്നെ ആ ഒരു പൊഴി മൊത്തത്തിൽ അങ്ങ് ക്ലോസ് ചെയ്തിട്ട് മറ്റ് മാർഗങ്ങൾ കാണും. താങ്കൾ പറഞ്ഞപ്പോഴും ഡ്രഡ്ജിങ്ങിനെ കുറിച്ചേ പറഞ്ഞുള്ളൂ. ആ മണ്ണ് എവിടെയാണ് ഇടുന്നതെന്നുള്ളതാണ് നമുക്ക് പാളിപ്പോയത്. അത് കടൽ കർഷകർ കൃത്യമായി ഇന്നലെ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞപ്പോൾ അവരത് അംഗീകരിക്കുകയും ചെയ്തു. അതിനാണ് ഞാൻ പറഞ്ഞത്, ജിയോളജിയെയും കൂടി നമ്മൾ വി വിൽ ടേക്ക് ദം ഓൺ ബോർഡ്, ഗെറ്റ് വെരി വാല്യുബിൾ ഇൻപുട്സ് ഫ്രം ദം. മുതലപ്പുഴി അടയ്ക്കും എന്നുള്ളത് ഇപ്പോഴത്തെ ബ്രേക്ക് വാട്ടറിൽ അപകടം വരുത്തുന്ന എലമെൻസിനെ അടച്ച് സീൽ ചെയ്യും. എന്നിട്ടിത് ഡ്രഡ്ജ് ചെയ്ത് സോയിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് അപകടരഹിത ഉപയോഗ യോഗ്യത. യെസ്. അല്ല, ഞാൻ പറയുന്നത് ഇതൊന്നും ഉടനെ വെള്ളായണിയിലെ വെള്ളം കടലിൽ വന്ന് കണക്ട് ചെയ്ത് അഷ്ടമുടി കായലിൽ അങ്ങനെയല്ല. ഇറ്റ് വിൽ ബിക്കം എ ടൂറിസ്റ്റ് സർക്യൂട്ട്. എനിക്ക് ഈ ജോഗ്രഫി മുഴുവൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. നമ്മൾ ടൂറിസം, നമുക്കിന്ന് എക്സിസ്റ്റിംഗ്, നമുക്ക് റിസോഴ്സസ് എന്ന് പറയുന്നതിന് നമുക്ക് ടാപ്പിംഗ് പൊട്ടൻഷ്യൽ മുഴുവൻ നമ്മൾ ടാപ്പ് ചെയ്തിട്ടില്ല. ഹിഡൻ പൊട്ടൻഷ്യലാണ്. അതിനെ കൊണ്ടുവന്ന് ഓൾറെഡി ഒരു 20, 30, 40 വർഷമായിട്ട് അനുഭവിച്ച് നിങ്ങൾ കണ്ട് കേരളത്തിൻ്റെ ടൂറിസം ഡെസ്റ്റിനേഷൻസ് അല്ല. പേരുകൊണ്ട് അത് തന്നെയായി നിലനിൽക്കും. പക്ഷെ അനുഭവം കൊണ്ട് പുതിയ അംശങ്ങൾ ഞങ്ങൾ അതിലേക്ക് ചേർത്ത് ഇത് ലക്ഷദ്വീപിൻ്റെ കാര്യമായാലും കേരളത്തിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പ്രധാനമന്ത്രിയല്ലേ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞത്. കേരളത്തിൽ പോളിംഗ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ടൂറിസം ഇന്ത്യ, ടൂറിസം ഭാരത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ടൂറിസം കേരള. അതിലുണ്ടല്ല. അങ്ങനെ അദ്ദേഹം പറയണമെങ്കിൽ ഈ സ്ഥാനത്ത് അദ്ദേഹം എന്നെ കൊണ്ട് ചെന്നൊരു MOS ആയിട്ടെങ്കിലും ഇരുത്തണമെങ്കിൽ അദ്ദേഹത്തിന് എന്തോ പ്ലാൻസ് ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അത് അദ്ദേഹത്തിൻ്റെ ഈ സർജിക്കൽ സ്ട്രൈക്ക് മെത്തഡോളജി അറിയാവുന്ന ഒരു സമൂഹത്തിന്, വേറെ ബയസസ് ഒന്നും ഇല്ലാത്ത സമൂഹത്തിന് നന്മയാൽ തിരിച്ചറിയാൻ പറ്റും. അല്ല, അങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞ് ഈ ഇതിൻ്റെ ഒരു ബാധ്യതയെ അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിന് യു കനോട്ട് ബ്ലോ ഇറ്റ് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ. അല്ലേ, വാട്ട് എവർ ഇസ് പോസിബിൾ ടു ദ മാക്സ്. ആയല്ലോ, ആയിട്ടില്ലേ? അല്ല, എൻ്റെ അടുത്ത് നമ്മുടെ സെക്രട്ടറി കമൽ റാവു എന്നെ ഓത്ത് എഫമേഷൻ്റെ അന്ന് സത്യപ്രതിജ്ഞയുടെ അന്ന് രാത്രി എന്നെ കണ്ടപ്പോൾ പറഞ്ഞില്ല,
റിംഗ് റോഡിൻ്റെ പ്രപ്പോസൽ ഹാസ് ബീൻ ടേക്കൺ. ഡിലേ ആണ് സർ. അത് ഡോക്യുമെന്റ്സ് വാങ്ങിയ ആളുകൾക്ക് അവരുടെ സ്ഥലം വിൽക്കാനോ അല്ല, അതാ പറഞ്ഞേ, അവർക്ക് നഷ്ടപരിഹാരം കിട്ടില്ല. അതെല്ലാം നൽകുന്നതിനുള്ള ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് സർക്കാരിനുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്. നമ്മളത് പാടെ അങ്ങ് തള്ളിക്കളയാനൊക്കത്തില്ല, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ചവിട്ടിത്താക്കാനൊക്കത്തില്ല. അതൊരു ബാധ്യതയാണ്. അത് എങ്ങനെ നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, അതിനകത്ത് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ. ഇപ്പം നാഷണൽ ഹൈവേയുടെ തത്വത്തിൽ എങ്ങനെയാണ് സംഭവിക്കേണ്ടത്? നാഷണൽ ഹൈവേക്ക് വേണ്ടി ഒരാൾ സ്ഥലം തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 100 കിലോമീറ്റർ റോഡ് നമ്മൾ വൈഡൻ ചെയ്യാതെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ആ കാശ് ആര് കൊടുത്തു? അങ്ങനെ എത്രയോ ഒരാൾക്ക് കേന്ദ്ര ഗവൺമെൻറ് കാശ് കൊടുത്തു. നിങ്ങൾ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഡേറ്റ എടുക്കുക. എൻ്റെ മനസ്സിലാക്കൽ 63 or 68,000 crores സെൻട്രൽ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്തു അല്ലേ? 63 ആണോ 68 ആണോ? 63. അതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കമ്പൗണ്ട് കുറ്റം പറയുകയല്ല, വിമർശിക്കുകയല്ല. അവർക്ക് അതേ സാധിക്കൂ, ഇപ്പോൾ പറ്റുന്നില്ല എന്നാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി ലെറ്റർ അയച്ചത്. ആ ലെറ്റർ വായിച്ചില്ലേ നിതിൻ ഗഡ്കരിജി പാർലമെന്റിൽ? Your chief minister has informed our department that it is not possible to pay up the money we had promised. വായിച്ചില്ലേ? ഞാൻ കണ്ടതാ, അതുകൊണ്ട് ഓർമ്മയെന്ന് ചോദിക്കുക, ഉറപ്പ് വരുത്തുക അല്ലേ? അപ്പോൾ എല്ലാം ചോദിച്ച് ഒരാളെ കൊണ്ട് പിന്നെയും പറയിച്ച് അത് ഒരു നല്ല ആൾക്കാർക്ക് കേൾക്കാനൊരു സുഖമുള്ള കാര്യമല്ല. കേരളത്തെ വിമർശിക്കാനല്ല അത് പറയുന്നത്, അവസ്ഥയാണ്. നമ്മൾ കുറ്റം പറയുക പോലും ചെയ്യാനൊക്കത്തില്ല അവസ്ഥ. അതൊക്കെ സാധ്യമാവട്ടെ. റിംഗ് റോഡിൻ്റെ നടത്തിപ്പെന്ന് പറയുന്നതും എനിക്ക് തോന്നുന്നു ഒരു വാഫുട്ടിങ്, ഈ വിഴിഞ്ഞത്തിൻ്റെ ഒരു കമ്മീഷനിങ് എന്ന് പറയുന്നത് വലിയ ബാധ്യതയാവും. ജനങ്ങളുടെ ജീവിതത്തിന് മേൽ തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ ഈ ബാധ്യത കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലെങ്കിൽ ആ ബാധ്യതയെ ഒന്ന് നികത്തിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ സൃഷ്ടിച്ചാൽ വലിയ കുഴപ്പത്തിലേക്ക് പോകും. അപ്പോൾ റിംഗ് റോഡെന്ന് പറയുന്നത് നമ്മുടെ പോർട്ട് ഓപ്പറേഷൻ്റെ പെരിഫറിയിലുള്ള ജീവിതത്തിൻ്റെ സുഗമതയ്ക്ക് വേണ്ടി അത് അത്യാവശ്യം തന്നെയാണ്. ഈ വെള്ളം എന്താ ചോദിക്കാൻ വന്നെന്താ? അവർക്ക് ഈ വിജയത്തിൻ്റെ മഹത്വം കാണാൻ കഴിയുന്നില്ല. ഈ മഹത്വം സമ്മാനിച്ച വാശിയേറിയ ജനഹിത തീരുമാനം, അതിനെ അവർ അപമാനിക്കുകയാണ് ഇങ്ങനെയുള്ള മറ്റ് വിശദീകരണം നൽകി. അത്രേ പറയാം. ജനങ്ങളെ ഒരിക്കലും അണ്ടർമൈൻ ചെയ്യില്ല. ജനം തീരുമാനിക്കുന്നതാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വോട്ടർ തീരുമാനിക്കുന്നതല്ല. ആ രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ടറും ജനമായി മാറിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അവിടെ. അത് അപമാനിക്കരുത്. നിങ്ങളെന്തിനാണ് ഇതിൻ്റെ കാരണങ്ങൾ നിങ്ങൾ കണ്ടെത്തിക്കോളൂ. ആ കാരണം കണ്ടെത്തി എന്തിനാണ് വോട്ട് ചെയ്തവരെ അപമാനിക്കുന്നത്? മോശമല്ലേ? ഒരിക്കലും ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതിനെ കൊട പിടിക്കരുത്. അത്രേ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഈ വെള്ളായണിയുടെ ഇപ്പം വെള്ളായണി തന്നുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ 3 ഇരട്ടി വെള്ളം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് വെള്ളായണി കായലിനുണ്ടാക്കി കൊടുക്കും. ഇത് കഴിഞ്ഞ് 3 വർഷമായിട്ട് അദാനി പോർട്സിൻ്റെയും അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ എനിക്ക് ആക്സസിബിളായിട്ടുള്ള റീജൻസിലെല്ലാം അറിയിച്ചതാണ്. ഊറ്റുറവകളെല്ലാം മൂക്കടഞ്ഞു കിടക്കുക. എത്ര ഡെപ്തിൽ ഒരു കായലിൽ ശുദ്ധജല ചുരത്തൽ നടത്തുന്ന ഒരു കായലിൽ അൺഹോളി എന്ന് പറയുന്നത് ഇസ് ദ സെഡിമെൻറ്റ്. ഡാമുകളിലും ആ സെഡിമെൻറ്റ്സ് ആണ്
നമുക്ക് എല്ലാ തരത്തിലും ഫ്ലഡ് വരുമ്പം മനുഷ്യനെ കൊല്ലുന്നതും ആ സെഡിമെൻറ്റ്സ് ആണ്. അത് ഡാം ഉണ്ടാക്കുന്നത് വെള്ളം സ്റ്റോർ ചെയ്യാൻ. അതിൽ 60% ചെളി സ്റ്റോറായാൽ 60% മേളിലുള്ള വെള്ളമാണ് നമുക്ക് ജീവഹാനിയും സ്വത്ത് ഹാനിയും ഒക്കെ സംഭവിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ വെള്ളം ഇതിൻ്റെ ഊറ്റുറവുകളിൽ നിന്ന് വന്ന് ഇപ്പോഴുള്ളതിൻ്റെ 3 ഇരട്ടി ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ പോർട്ട് ഓപ്പറേഷൻസ് ബുദ്ധിമുട്ടാവും. വരുന്ന കപ്പലുകളിൽ നിന്ന് അഴുക്ക് വെള്ളം മാറ്റി 1 മാസം സെയിൽ ചെയ്യാനുള്ള 30 to 40 days സെയിൽ ചെയ്യാനുള്ള ഫ്രഷ് വാട്ടർ നമ്മൾ ഫില്ല് ചെയ്തേ ഇവിടുന്ന് വിടാൻ പറ്റൂ. ആ വെള്ളം ഇല്ല എന്നറിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാർക്കറ്റിങ്ങിനെയും നമ്മുടെ ഇതിൻ്റെ ഫിനാൻഷ്യൽ വയബിലിറ്റി എല്ലാം ചോദ്യം ചെയ്യും. വല്ലാർപാടത്തിൻ്റെ പദ്ധതി ആയിട്ടില്ല. CSRൽ ഇത് ചെയ്യിച്ചെടുക്കാൻ നോക്കി, അന്ന് നടന്നില്ല. പക്ഷേ അല്ല, പലരെയും ഇന്ന് പെട്രോളിയം മിനിസ്ട്രിയിൽ രാവിലെ എൻ്റെ വീട്ടിൽ വെച്ച് നടന്ന ഡിസ്കഷനിൽ അതെല്ലാം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ഒരു 10 കമ്പനീസിൻ്റെ ഒരു 60 കോടി വെച്ചുള്ള CSR ഫണ്ടിങ് വന്നാൽ, 60-70 കോടി വെച്ചുള്ളത് വന്നാൽ, ബാക്കി ഇതിൻ്റെ എന്താണ് ഉപയോക്താവ്, ഗുണഭോക്താവ് അല്ല, ഉപയോഗമാണ് ശരിക്കും. ഉപയോക്താവാകുന്നത് വഴി ഗുണഭോക്താവ്. ഉറപ്പായിട്ടും പോർട്സ് ആയതുകൊണ്ട് അവരുടെയും കമ്പോണൻ്റ് വന്നു കഴിഞ്ഞ് ഇതിൻ്റെ ഡെപ്ത് റീഡിസൈൻ ചെയ്യുക. ഈ കായലിൻ്റെ പെരിഫറി കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഇതിനെ വലിപ്പപ്പെടുത്തിയെടുത്താൽ ഇതിന് ചുറ്റും ഒരു റാമ്പ് വന്ന് ഒരു ജോഗേഴ്സ് പാത്ത്, ഇതിൻ്റെ പെരിഫറിയിലെല്ലാം ഫ്രൂട്ട് ട്രീസൊക്കെ വന്നിട്ട് ബേർഡ് വാച്ചേഴ്സിനുള്ള സങ്കേതം ഒരുക്കുക. ബേർഡ് വാച്ചേഴ്സിനുള്ള സങ്കേതം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പക്ഷിക്കൂട്ടങ്ങൾ വരണം. അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള ഒരു എൻവയൺമെൻറ്റ് സെൻറ്റർ, ഒരുപക്ഷെ ബ്ലൂ മൗണ്ടൻസിലൊക്കെയുള്ള ഈ റെയിൻ ഫോറസ്റ്റിനകത്തേക്ക് ടണൽ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഓപ്പൺ ടണൽ റാമ്പാണ്, സ്റ്റീൽ റാമ്പിൽ കൂടെ നമുക്ക് പോകാം. 3 കിലോമീറ്ററുണ്ട്. നമ്മുടെ ലങ്സ്, ശ്വാസകോശം നമ്മൾ തൊട്ടറിയും ഓരോ ശ്വാസം എടുക്കുമ്പോൾ. ഞാൻ അത്രയും ശുദ്ധവായു എവിടെയും ശ്വസിച്ചിട്ടില്ല. എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു പക്ഷേ ശംഖുമുഖം ഇന്ന് ഇല്ല, നാളെയും ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിൽ ശംഖുമുഖത്തിൽ നിന്ന് ഒരു വലിയ സമൂഹം വർക്കല, കൊല്ലം ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ, അവധി ദിവസങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഏത് ഉത്സവം വന്നാലും, അത് റംസാനായാലും ബക്രീദായാലും ക്രിസ്മസ് ആയാലും വിഷു ആയാലും ഇതൊരു പ്രധാന വേദിയാണ്. അത് ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിൽ ഒരു ഓപ്ഷനായിട്ട് ഒരു എൻവയൺമെൻറ്റ് സെൻറ്റർ അവിടെ വരാനുള്ള പദ്ധതി രാജ്യസഭയിൽ MP ആയിരിക്കുന്ന കാലം തൊട്ടേ ഉള്ളതാണ്. അപ്പം ഞാനിപ്പം ഉപയോഗപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരവാദിത്വം അതിനു വേണ്ടിയൊക്കെയുള്ളു. അതുപോലെ തന്നെ മുഴുപ്പിലങ്ങാട് ബീച്ച് കോവളം പോലെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കണം. അതിന് യോഗ്യമാണ്. നിഷേധിച്ചതാണോ, നിഷേധിക്കപ്പെട്ടതാണോ, ആ നിഷേധത്തിന് നമുക്ക് മറുപടി കൊടുക്കുവാൻ സാധിക്കുമോ എന്നൊക്കെയുള്ളത് നോക്കണം. അത് ടൂറിസം സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ ഡേറ്റ കളക്ഷന് വേണ്ടി ടീമിനെ അയക്കുന്നുണ്ട്. ഗുരുവായൂർ ഭാഗത്ത്, ഏങ്ങണ്ടിയൂർ, ചാവക്കാട് ഭാഗത്തൊക്കെ ഒരുപക്ഷെ കണ്ടലായി മാറ്റാൻ പറ്റുന്ന എന്ന് പറയുമ്പോൾ നമുക്ക് ഈ CRSL നിയമങ്ങളും കാര്യങ്ങളും ഒന്നും ബാധിക്കില്ല. അവിടെയെല്ലാം നാച്ചുറൽ വുഡൻ സ്ട്രക്ചേഴ്സ് വെച്ച് കോട്ടേജസ് ഉണ്ടാക്കി ആയുഷുമായി ബന്ധപ്പെട്ട് ആയുഷ് ടൂറിസം. ഇപ്പോൾ തെങ്ങിൻ വരമ്പുകളുണ്ട്, ചതുപ്പ് ചാലുകളുമുണ്ട്. അവിടെ കണ്ടലല്ലാതെ ഒന്നും വളരത്തില്ല. അവിടെ ആ സ്ഥലത്തിനുള്ള ചുങ്കം അടയ്ക്കുന്നതിന് അതിൻ്റെ ഉടമകളെല്ലാം ചിലപ്പം ഒരുപാട് അധ്വാനിക്കുന്നുണ്ടാവും. പക്ഷെ അതിനകത്തൊന്നും ഒരു ഗുണവും അവർ കൊയ്യുന്നില്ല. അത് നമുക്ക് കണ്ടെത്താൻ പറ്റും. അല്ല, നോക്കട്ടെ, കേരള സർക്കാർ അവരും
ഒന്ന് സഹകരണ മനോഭാവത്തോടെ വരട്ടെ. നമുക്ക് നോക്കാം, എന്താ ആവശ്യമുള്ളതെന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മറ്റേ പെട്രോളിയത്തിൻ്റെ കണ്ടെയ്നർ അല്ല, അത് ഫാം ഫ്യൂൾ ഫാം ഫ്യൂൽ ഫാം അല്ല, അത് ലേറ്റസ്റ്റ് Fuel farm. ഇപ്പോഴല്ല ലേറ്റസ്റ്റ്. ഇവിടെ ഒരു ഫ്യൂൾ ഫാം അതെ, അല്ല നമ്മളിപ്പോൾ അത് പറയുന്നതുകൊണ്ടായിരുന്നൊരു റെസിസ്റ്റൻസ് വരെ. മുടിപ്പിലക്കാട് ഇപ്പൊ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് അവിടെ ഒരു PR വർക്കുമായിട്ട് പോകുന്നുണ്ട്. ഇൻ ബീച്ച് ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വിട്ടേക്കാം. ഓക്കെ ആണോ? വിട്ടേക്കട്ടെ വിട്ടേക്കട്ടെ. മൊട്ടൈൽസ് വരും. അതൊന്ന് രാവിലെ അടുത്ത ഒരു തീരുമാനമാണ്. തമിഴ്നാട്ടിൽ ദിണ്ടുക്കലിനും എൻ്റെ അടുത്ത് അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. സുഭാഷിൻ്റെ അടുത്തുണ്ട്. ഒരു പെട്രോൾ ബങ്കിൽ എന്തൊക്കെയാവാം, മോട്ടേഴ്സ് അതെങ്ങനെയാണ് ഫെസിലിറ്റേഷൻ ആവുന്നത്. റോഡ് ഉപയോഗിക്കുന്നവർക്ക് ദിണ്ടുക്കലിലെ സ്റ്റില് ഒരു 25 കിലോമീറ്ററെങ്കിലും ഓടിയെത്തുമ്പോൾ ഒരു സൈഡിൽ ഒരു വിപുലമായ പെട്രോൾ ബങ്കിൻ്റെ യാർഡുണ്ടാവും. അവിടെ കുക്ക് ചെയ്യാത്ത ആ ലോക്കൽ ഏരിയയിലുള്ള എത്നിക് ഫുഡ്, ലൈറ്റ് ഈറ്റ്സ്, ഇപ്പം അട, കൊഴുക്കട്ട, പുഴുക്ക്, ഹീറ്റ് ചെയ്തെടുക്കുന്നത് പുഴുക്കും കാന്താരിയും, ഇങ്ങനെയുള്ള ലൈറ്റ് ഈറ്റ്സ് എല്ലാം മൈക്രോവേവ് ഒരു ക്ലൈമറ്റൈസ് കണ്ടീഷനിൽ കാർട്സിനകത്ത് വയ്ക്കുക, വീൽഡ് കാർട്ട്. അപ്പോൾ രാത്രി 2 മണിക്ക് ഇവിടെ ഫുഡ് സപ്ലൈക്ക് ആരുമില്ല, തട്ടുകടകളാണുള്ളത്. ബസ്സിലൊക്കെ പോകുന്ന ആൾക്കാർ, മിനി ബസ്സിൽ പോകുന്നവർ, കാറിൽ പോകുന്നവർക്ക് ഈ പെട്രോൾ ബങ്കിൽ ഇറങ്ങി അവിടുത്തെ ഇന്ന് നിലനിൽക്കുന്ന ഈ വാഷ്റൂംസ് എന്ന് പറയുന്നതിൻ്റെ സ്റ്റാൻഡേർഡ് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാനിപ്പോൾ ഏത് പെട്രോൾ ബങ്കിൽ ചെന്നാലും, ഇപ്പോഴെന്നല്ല, ഞാൻ അല്ലാതെ MP അല്ലാതിരിക്കുന്ന കാലത്തും പോകുമ്പോൾ അവരവിടെ പോകാൻ സമ്മതിക്കത്തില്ല. അവരുടെ മാനേജറുടെ മുറിയിലുള്ള ടോയ്ലറ്റിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് ആ സ്റ്റാൻഡേർഡിലേക്കെങ്കിലും പബ്ലിക് അവൈലബിലിറ്റി ഓഫ് സച്ച് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് നിർബന്ധമാണ്. അത് മാൻഡേറ്ററി ആകും. അപ്പോൾ ഈ പറയുന്ന ലൈറ്റ് ഈറ്റ് പ്ലസ് ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ്, 3 ടോയ്ലറ്റ് പെണ്ണുങ്ങൾക്കും 2 ആണുങ്ങൾക്കും, ഇതെല്ലാം സർവൈലൻസ് ക്യാമറ വെച്ച് ഫുൾ ക്യാപ്ചേർഡ് ആയിരിക്കും എക്സ്റ്റീരിയേഴ്സ്. കാരണം നമുക്ക് സോഷ്യൽ സേഫ്റ്റി ഡെലിവറൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ എല്ലായിടത്തും പോലീസിനെ നിർത്താനൊക്കത്തില്ല, അല്ലേ? ഇതൊക്കെ ഇന്നലെയും ഇന്നുമായിട്ട് കിട്ടിയ ഇൻപുട്ടിൻ്റെ ഇത് വെച്ചിട്ട്, പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്യൂവൽ ഫാംസ് എന്ന് പറയുന്ന ഒരു ലാക്കിംഗ് ഉണ്ട്. വേളിയിലുണ്ടായിരുന്ന 40 ഏക്കറിൽ ഫ്യൂവൽ സ്റ്റോറേജിനുണ്ട്. ഇത് ഇടയ്ക്ക് വെച്ച് റെയിൽവേ കർശനമായി ആവശ്യപ്പെട്ട് വിട്ടുകൊടുക്കേണ്ടി വന്നു. അത് അവിടെ തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ നോക്കും. ഇല്ലെങ്കിൽ അദാനിയുടെ ഈ ലോജിസ്റ്റിക് രംഗത്തുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സുണ്ട്, അവരും കൂടി ചേർന്ന് ഒരു 40-50 ഏക്കർ സ്ഥലം എടുത്തിടുകയാണെങ്കിൽ അതിനകത്ത് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനും വരാം. ഒരു അറേഞ്ച്മെൻറ്റിൽ ലാൻഡ് കൊടുക്കുന്നവരുണ്ടെങ്കിൽ എല്ലാം കൂടി ഒറ്റ സ്ഥലത്ത് വരികയാണെങ്കിൽ ഈ പറയുന്ന ഫ്യൂവൽ ഫാമും അവിടെ വരും. അപ്പോൾ പിന്നെ സ്റ്റോറേജ് അതെ, ഫ്യൂവൽ ഫാം വന്നു കഴിഞ്ഞാൽ ഫ്യൂവൽ സപ്ലൈക്കുള്ള ഒരിക്കലും അണമുറിയാതെ ഒരു സപ്ലൈ എന്ന് പറയുന്നത് ഉറപ്പുവരുത്താൻ പറ്റും. 400 ടാങ്ക് ലോറി പണ്ട് തിരുവനന്തപുരം നഗരത്തിൽ നടാൻ വേണ്ടി ഒരു വൃക്ഷത്തെ ഏതോ പൊങ്ങമരം, പക്ഷെ അത് ഇവിടെ സമ്മതിച്ചില്ല ആ സമയത്ത്. സാരമില്ല, ഇനി അത് സാധ്യത ഇനിയും കാലം വരും. 2 വർഷം കഴിഞ്ഞാൽ 7 വർഷം കഴിഞ്ഞാൽ നമുക്ക് കാലം വരും. അന്ന് സിംഗപ്പൂരും മലേഷ്യയും പോലെ ഈ ഇരുമ്പ് മരത്തെ കൊണ്ടുവരാൻ, മനുഷ്യനെ സ്നേഹിക്കുന്ന മരത്തെ കൊണ്ടുവരാൻ, റോഡിന് ചൂട് ഏൽപ്പിക്കാത്ത മരത്തെ നമുക്ക് കൊണ്ടുവരാം. ബയോ കെമിക്കൽ പ്രോപ്പർട്ടീസുള്ള ആ മരത്തെ നമുക്ക് കൊണ്ടുവരാം. കുറച്ചുകൂടെ കാത്തിരിക്കാം. നമുക്കൊക്കെ മേളിൽ പോയിരുന്ന് കണ്ട് ആനന്ദിക്കാം. എല്ലാവരും സുഖിക്കുന്ന കണ്ട് ആനന്ദിക്കാം. താങ്ക് യു.